എപ്പോഴും വായ ഇങ്ങനെ ഡ്രൈ ആയി പോകും. ചുണ്ടും നാക്കും ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വൊമിറ്റ് ചെയ്യാൻ പോണ ഒരു ടെൻഡൻസി വരും എപ്പോഴും. എന്നുവെച്ചാൽ അത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സ്പീഡിൽ ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിനെന്ത് മുദ്ര ചെയ്യാം? എന്ത് മുദ്ര ചെയ്യാം? ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്ത പങ്കജ മുദ്രയാണ് അതിന്റെ ഒരു ബെറ്റർ സൊല്യൂഷൻ. രണ്ടാമത്തത് മാതങ്കി മുദ്രയാണ്. മാതങ്കി മുദ്ര. അപ്പൊ ചുണ്ട് ഉണങ്ങുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഈ ചുണ്ടിലൊക്കെ ഈ ഡ്രൈനെസ് വരുന്നവര് ഈ ഒരു സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചുണ്ട് ഉണങ്ങുന്ന ഒരു പ്രശ്നം വന്നത് അല്ലേ? അപ്പോൾ ചുണ്ട് ഉണങ്ങുന്നതിന് നിങ്ങൾ അല്ലെങ്കിൽ വായിൽ ഡ്രൈനെസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മാതങ്കി മുദ്രയാണെന്ന്. ഈ മാതങ്കി മുദ്രയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പങ്കജ മുദ്ര ചെയ്യാം. പങ്കജ് മുദ്ര. പങ്കജ മുദ്ര 10 മിനിറ്റ് ചെയ്യാം. അതിനുശേഷം മാതങ്കി മുദ്ര ചെയ്യാം. ഈ 2 മുദ്രകളാണ് ഈ വായിലൊക്കെ ഡ്രൈനെസ് വരിക, ചുണ്ടിലൊക്കെ ഡ്രൈനെസ് വരുന്നവർ ചെയ്യേണ്ട മുദ്രകൾ. ഇതേപോലെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് 3 ഗ്ലാസ് വെള്ളം, ഉച്ചയ്ക്ക് 1.5-2 മണിക്ക് മുൻപായിട്ട് മൊത്തത്തിൽ 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് താനെ ഇത് ഒരു 7 മുതൽ 14 ദിവസം വരെ അത്രയും സമയമാണ് മൊത്തത്തിൽ ഫ്ലൂയിഡ് ഇൻബാലൻസ് ആണ് ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. അത് പലതരം റീസൺസ് ഉണ്ട് അതിന്. അപ്പൊ ഈ 2 മുദ്ര ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ എക്സസൈസ് ഉണ്ടാവും, ബോഡിയിൽ എക്സസൈസ് ഉണ്ടാവും. എക്സസൈസ് ചെയ്യുന്നത്. മതി. താങ്ക് യു സർ.